നമസ്കാരം. ശാരീരിക വൈഷമ്യങ്ങൾ മറന്ന് ശബരിമലയിൽ ഡോളി ചുമക്കുന്ന അലക്സിനും മാതാവ് തങ്കമ്മയ്ക്കും തലചായ്ക്കാൻ ഇടമൊരുക്കി സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം.എസ്. സുനിൽ. നടനും സംവിധായകനുമായ ജൂഡ് ആന്റണി ജോസഫിൻ്റെ സഹായത്തോടെയാണ് അടിമാലിയിലെ മച്ചിപ്ലാവിൽ ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. കേന്ദ്ര സർക്കാർ നാരീശക്തി പുരസ്കാരം നൽകി ആദരിച്ച ഡോക്ടർ എം.എസ്. സുനിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 324ാമത്തെ സ്നേഹവീടാണ് അലക്സിനും കുടുംബത്തിനും ലഭിച്ചത്. 7ാം വയസ്സിൽ 66 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണം മുഖാമുഖം കണ്ട അലക്സിന് ജീവൻ തിരികെ ലഭിച്ചെങ്കിലും ഒരു കൈയും കാൽപാദങ്ങളിലെ വിരലുകളും തുടയിലെ മാംസവും നഷ്ടമായി. സ്ഥിരമായി വീടും സ്ഥലവുമില്ലാതെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന അലക്സ് കുടുംബം പോറ്റാൻ ശബരിമലയിൽ ഡോളി ചുമക്കുന്ന ജോലി ചെയ്തു വരികയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അലക്സിൻ്റെ ദുരിതകഥ സ്നേഹഭവനങ്ങളുടെ പ്രോജക്ട് കോർഡിനേറ്റർ കൂടിയായ ജയലാലാണ് ഡോക്ടർ സുനിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നല്ല ആരോഗ്യമുള്ള ആളുകൾ പോലും ജോലി ചെയ്യാൻ മടിക്കുമ്പോൾ ഒരു കൈയും കാൽവിരലുകളും നഷ്ടപ്പെട്ട അലക്സ് ചെയ്യുന്ന കഠിനാധ്വാനം വിലമതിക്കാനാകാത്തതാണ് എന്ന് ഡോക്ടർ സുനിൽ പറഞ്ഞു. അലക്സ് എന്ന പേരുകാരൻ ശബരിമലയിൽ ഡോളി ചുമക്കുന്നത് ഇന്നാട്ടിലെ മതസാഹോദര്യത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടാണ് കാണുന്നത് എന്ന് ഡോക്ടർ സുനിൽ അഭിപ്രായപ്പെട്ടു. അടിമാലിയിലെ മച്ചിപ്ലാവിൽ പ്രദേശവാസിയായ PA ഡേവിഡ് എന്നയാൾ നൽകിയ 4 സെൻറ്റ് ഭൂമിയിൽ 650 സ്ക്വയർ ഫീറ്റുള്ള 2 മുറികളും ശുചിമുറിയും അടുക്കളയും ഹാളും അടങ്ങുന്ന മനോഹരമായ വീട് നിർമ്മിച്ച് ലളിതമായ ചടങ്ങിൽ അലക്സിനും കുടുംബത്തിനും കൈമാറുകയായിരുന്നു. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അലക്സ് നന്ദി പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. എന്നാൽ മാതാവ് തങ്കമ്മയ്ക്ക് ആരോടൊക്കെ നന്ദി പറഞ്ഞിട്ടും മതിയാകുന്നുമില്ല. സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഡോക്ടർ എം.എസ്. സുനിൽ മുഖേന നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടാണ് ഇപ്പോൾ പൂർത്തിയായത്. മുൻപ് അദ്ദേഹം ആദ്യ ഭവനദാനം നടത്തിയതിന് പിന്നാലെ റിലീസായ ഓം ശാന്തി ഓശാന എന്ന ചിത്രം വലിയ വിജയം നേടിയിരുന്നു. അലക്സിന് വീട് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതിന് പിന്നാലെ ജൂഡ് ആന്റണിയുടെ 2018 എന്ന സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷനും ലഭിച്ചു. നല്ല പ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകും എന്നതാണ് ഈ നേട്ടത്തിന് ഉത്തമ ഉദാഹരണമായി ഡോക്ടർ എം.എസ്. സുനിൽ പറയുന്നത്. ദൈവമാണ് ഈ മക്കളെ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും പീരുമേടാണ്. എൻ്റെ 12ാം വയസ്സിൽ 12 ദിവസം അമ്മ മരിച്ച 2ാം നമ്പറുടെ കസ്റ്റഡി ജീവിച്ച. പിന്നെ 7 വയസ്സുള്ളപ്പം അലക്സിന് ഷോക്കടിച്ചാണ് 2 കൈയും കാലും കരിഞ്ഞ് ചെവി ഇവിടെ എല്ലാം 10-20 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര അത്ഭുതം ഇത്രയും നടന്നിട്ട് ആ വണ്ടിത്തിരി ഒരു മനുഷ്യർ പോലും ഞങ്ങൾക്കൊരു ഉപകാരമായിട്ട് പഞ്ചായത്തിലായിട്ട് ഏറുമുണ്ട് ഇന്ന് വരെ ഒരു രൂപ പോലും തന്നിട്ടില്ല, ഒരു പെൻഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരുന്നതാണ് ഈ ഭവനം. അത് അന്ന് ദൈവം ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അലക്സിന് ഇവിടുന്ന് അടുത്ത് ഭവനമാണ്. അത് ഇവിടെ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. സ്ഥലം കൊടുക്കാനൊരു സാറ് ദൈവത്തിൻ്റെ മക്കളാണ്. അത് ദൈവമാണ് അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് തന്മനസ്സ് കൊടുത്തത്. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് അവർ തന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ അലക്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതായത് കൈക്ക് ഒരു കൈയില്ല, കൈമുട്ടിന് താഴോട്ട് കൈയില്ലാതെ കാൽപാദങ്ങളിലെ വിരലുകളില്ലാതെ ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ ഡോളിയിൽ ചുമന്നുകൊണ്ട് ഓടുന്നൊരു രംഗം, ആ ഒരു രംഗം കണ്ടുകൊണ്ട് അതിനകത്തൊരു വാർത്ത വന്നത് ഈ അലക്സിന് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിച്ച് ഈ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന്. അപ്പോൾ അതൊരു സാധാരണ കേസിൽ ഇങ്ങനെയുള്ളതിനകത്ത് ആരെങ്കിലും ഇടപെടട്ടെന്ന് വിചാരിച്ചിരിക്കും. ഇതും അതേപോലെ തന്നെ ആരെങ്കിലും ഇടപെടുന്നോ എന്ന് നോക്കി. പക്ഷേ ചെയ്തതിൻ്റെ റീസൺ ഉണ്ട്. കാര്യം 2 കൈയും കാലും ആരോഗ്യവും ഒക്കെ ഉള്ള ആൾക്കാർ യാതൊന്നും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്ര അധ്വാനിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ആ ഒരു നല്ലൊരു മെസ്സേജ് ഞാൻ എടുത്തു. അതുപോലെ തന്നെ അലക്സ് എന്ന് പറയുന്ന പേര്, ആ പേരിലുള്ള ഒരാൾ ശബരിമല സന്നിധാനത്തിലേക്ക് അയ്യപ്പ ഭക്തരെ കൊണ്ടുപോകുന്ന അപ്പോൾ ഒരു മതസൗഹാർദ്ദം ഇത് രണ്ടും ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അപ്പം വസ്തു എവിടെ വന്നാലും പോകുമെന്നൊക്കെ ഞാൻ അലക്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ടീച്ചർ എനിക്ക് എവിടെ ആയാലും മതി, ഒരു മുറിയും എനിക്ക് കിടന്നുറങ്ങാൻ ഒരു വീട്, അതെൻ്റെ സ്വപ്നമാണ്, അതേ ഉള്ളൂ, അല്ലാതെ എവിടെ വേണമെങ്കിലും ഞാൻ പിക്കോളാമെന്ന് പറയും. അപ്പോൾ ഏറ്റവും അർഹരായവരെ അങ്ങനെ പറയത്തുള്ളത്, അതായത് ആവശ്യക്കാരനെ അത് പറയത്തുള്ളത് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ അടിമാലിയിൽ മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സാബുവും ബോസ്, ഈ 2 സഹോദരങ്ങളാണ്. ബോസിൻ്റെ ഒഫീഷ്യൽ നെയിം ഡേവിഡ് എന്നാണ്. അപ്പോൾ ഇവർ 2 പേരും അവരുടെ വസ്തു പലർക്കായിട്ട് ഇങ്ങനെ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെയാണ് ഈ അലക്സിൻ്റെ കുടുംബത്തിനും
ഈ ബോസ് തന്ന 4 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ സിനിമാ സംവിധായകനും നടനും ഒക്കെയായ ജൂഡ് ആൻ്റണി ജോസഫ് തന്ന പൈസ ഉപയോഗിച്ച് ഞാൻ 2 മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റ് ഔട്ടും ഒക്കെ അടങ്ങിയ 650 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു വീട്